സുപ്രജ രാമപൂജ സന്ധ്യ അങ്ങനെ എന്തോ ആണ് പുതച്ചു മൂടിക്കിടന്നുറങ്ങുന്ന ഞാനാണ് കഴിച്ചത്. ഞാൻ ഷോറൂമിൽ ലീവ് എടുത്തതോ കാരണമൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് ഒരുപാട് ജോലി ചെയ്ത് തീർക്കാനുണ്ട്. കട്ടിലിൽ നനച്ചിട്ട് ആദ്യത്തെ പണി ലൈറ്റ് ഇടലാണ്. അത് കഴിഞ്ഞ് ലൈയുടെ ചാർജർ ഓഫ് ചെയ്യാന്നുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഹെഡ്സെറ്റ് കണ്ടുപിടിച്ച് കിട്ടാണ് സുഹൃത്തുക്കളെ ഞാൻ കിടന്നുറങ്ങുന്നത്. രാവിലെ എണീക്കുമ്പോൾ ഹെഡ്സെറ്റ് കാണത്തില്ല. എവിടെന്നെങ്കിലൊക്കെ തപ്പിയെടുത്ത് ഞാൻ ഹെഡ്സെറ്റ് എടുത്ത് തിരിച്ചു വെക്കും. ഇനി അമ്മേരെ 4 തെറി കേൾക്കാൻ പോകുന്ന സമയമാണ് സുഹൃത്തുക്കളെ. ഇതിൽ കണി കാണാൻ മറന്നുപോയി. എൻ്റെ മോൻ തന്നെയാണ് ഞാൻ ഇന്ന് കണി കാണുന്നത്. എൻ്റെ ഈ ഇളിച്ച ചിരി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഭാഗ്യം അമ്മ പുറത്തില്ല. ഇതിൽ 2 ലീവില് 1 ലീവ് എന്താണ് സംഭവിക്കുന്നത് എൻ്റെ ലൈഫിൽ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. രാവിലെ എൻ്റെ മുഖം തന്നെ കണി കണ്ടതിന് ശേഷം അടുത്ത ജോലി എന്ന് പറയുന്നത് ചാർജ് അൺപ്ലഗ് ചെയ്യാന്നുള്ളത്. കുട്ടൻ രാവിലെ ചാർജ് കയറി കുട്ടപ്പനായിട്ട് രാവിലെ ഒരു കട്ടൻ അടിച്ചാലോ നമുക്ക് കട്ടൻ കുടിക്കാം. നമ്മുടെ നാട്ടിൽ ഇതിനെ തേയില വെള്ളം കേട്ടോ പറയുന്നത്. ചിലയിടത്ത് തേയില വെള്ളം, ചിലയിടത്ത് കട്ടൻ, അങ്ങനെ പലതും പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യും. കട്ടൻ കുടിച്ചതിന് ശേഷം ഞാൻ പുറത്തുനിന്ന് വായി നോക്കി. ഇന്നലെ മഴ നനഞ്ഞ് ഉണങ്ങാനിട്ട റെയിൻ കോട്ട് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ഒരു നല്ല ക്ലൈമറ്റ് ഉള്ള ദിവസം ഓല ഒന്ന് അൺലോക്ക് ചെയ്ത് നോക്കി ചാർജ് ഫുള്ളായെന്ന് നോക്കണം. ഈ തെങ്ങ് എത്തി വശപ്പശമുള്ള തെങ്ങാട്ടോ, മുറ്റത്ത് നിൽക്കുന്ന തെങ്ങ. കാത്തു ഇത് തലയും തുറഞ്ഞ് കിടക്കുവാണ്. വല്ല പാട്ടിയായിട്ട് ജനിച്ചാൽ മതി. പണിക്കും പോകണ്ട, ഒന്നും ആലോചിക്കും വേണ്ട. ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞേ, പല്ല് നിഷ്കളങ്കമായ ചിരിയുടെ രഹസ്യം പല്ലിയപ്പാണ് സുഹൃത്ത്. ഡെയിലി പല്ല് കഴിക്കാത്തവർ ഇന്ന് മുതൽ പല്ല് കാപ്പി പിടിക്കലാണ്. രാവിലെ ദോശ ഉണ്ട്, നല്ല സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട് അമ്മയുടെ. എല്ലാവർക്കും കഴിക്കാം. ഈ വീട് ഇരിക്കുന്ന ദിവസത്തെ ആദ്യത്തെ പണിയായി തുണി കഴുകുക. കഴിഞ്ഞ ലീവിന് കഴുകാനിട്ട തുണിയാണ്. ഇതാരം ഈ തുണികളെല്ലാം എന്നെ കൊണ്ടുപോകും. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ വീട്ടിലെ പപ്പായ പഴുത്ത് സുഹൃത്ത്. ഇതിൽ 2 എണ്ണം ഇന്ന് അറിയാം. ഈ തുണി മടക്കി വെക്കുന്നതിന്റെ കൂട്ടത്ത് കിട്ടിയതാ. ഇതാണ് എന്റെ മാരുതിയിൽ ഇന്നപ്പോൾ ഡ്രസ്സ്. ഞാനൊരു 2x സ്പീഡിൽ പെട്ടെന്ന് തുണികളെല്ലാം മടക്കി. സുരാജേട്ടനൊക്കെ പറയുമ്പോൾ ഒരു 2 ദിവസം ലീവൊക്കെ എടുത്ത് വീട്ടിലിങ്ങനെ സമാധാനത്തിരിക്കും. രാത്രിയിൽ നമ്മൾ കാര്യത്തിൽ നിന്നും വ്യതിചലിക്കുന്നു സുഹൃത്തുക്കളെ. ഇതാണ് ഇന്ന് കഴിവുള്ള തുണി. മോട്ടറിന്റെ സ്വിച്ച് ഇട്ടാലേ വെള്ളം. എന്റെ വീട്ടില് മോട്ടറിൽ നിന്ന് ഡയറക്റ്റ് ഈ പാത്രത്തിലാട്ടോ വെള്ളം പിടിക്കും. വീടും എന്റെ വീട്ടിലെ ചുറ്റുപാടും ഈ വീഡിയോ കൂടെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പാട്ടുകൾ ഇട്ടാലേ തുണി കഴിവാറുള്ളൂ. ഞാൻ എഴുതി കഴിഞ്ഞു. അടുത്തിന് റൂം വൃത്തിയാക്കലോ. അങ്ങനെ പറഞ്ഞപ്പോൾ എന്റെ റൂം എല്ലാം വൃത്തിയാക്കി. 100x ഏകദേശം ഉള്ള പണികളെല്ലാം തീർന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ. അപ്പോഴേക്കും ചാച്ചൻ്റെ അനിയത്തി എവിടെന്നോ വീട്ടിലേക്ക് വന്ന. വീഡിയോയിൽ അവളും പണിക്കാരിയാണെന്ന് തെളിയിക്കാനുള്ള നേരം പോകാനായിട്ട് കുറച്ചു നേരം ചെരുപ്പ് എണ്ണിയിരുന്നു ഗൈസ്. ഇനി കുറച്ചു നേരം ഇത് കഴിക്കാം. ചാച്ചൻ എവിടെന്നോ പറിച്ചിട്ട് വന്ന് തൊടലിക്കയാണ്. അതും കഴിച്ച് കുറച്ചു നേരം വായി നോക്കി അവിടെ ഇരുന്നു. ചാച്ചനുള്ള ഫുഡുമായി അമ്മ എത്തി. അതൊക്കെ പറഞ്ഞപ്പോഴാണ്, നിങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നോ? അമ്മ അടുക്കളയിൽ എന്തോ വലിയ പണിയിലാണ്. ഉച്ചയ്ക്കുള്ള ചോറാട്ടോ ഈ വേവുന്നത്. ഇതേ സമയം അടുത്തതെങ്കിൽ തേങ്ങയിടാനായി ആള് വന്ന സുഹൃത്തുക്കളെ. അതും നോക്കി മുറ്റത്ത് കുറെ നേരം ഞാനിരുന്നു. കേരളത്തിലുള്ളവർക്ക് ഈ തെങ്ങ് കയറ്റതിന്റെ ഒക്കെ വില അറിയും. ഇതാണ് ചേട്ടൻ തെങ്ങ് കയറുന്ന മിഷ്യൻ. അതിന്റെ തപ്പുറത്ത് ഞാനും. അതിനുശേഷം ഞാനും ആരും കൂടെ തല്ലുകൂടി കളിച്ചു. ഈ കുണ്ടാണി കൊടുക്കയോട് അടികൂടാൻ വല്ലാത്ത രസമാണ്. ഇത്രയും ഓലയും തേങ്ങയും നമുക്ക് അപ്പുറത്തെ വിളക്കാരെ തന്ന കേട്ടോ. കുറച്ചു നേരത്തെ ഇളകിയ ശേഷം ഞാൻ പിന്നെയും തുണി കഴുകി സുഹൃത്തുക്കളെ. ഇതാണ് എൻ്റെ തുണി കഴുകുന്ന സ്ഥലം. വൈകുന്നേരം സമയമായപ്പോൾ അനിയത്തി പതിവ് പോലെ വെള്ളം നനയ്ക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഓലേനെ കൊട്ടപ്പനാക്കി. ഇടയ്ക്കിടയ്ക്ക് വണ്ടി കഴുകില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ഇതാണ് കേട്ടോ എൻ്റെ അച്ചാച്ചൻ. മുണ്ടും മടക്കി കുത്തി എങ്ങോട്ടാണാവോ. കൃത്യം 6 മണിയാകുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്നുള്ള സ്ഥിരമുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കാപ്പി കുടിക്കുന്നതിന്റെ രസം അതൊന്ന് വേറെയാണ്. നിങ്ങളുടെ വീട്ടിൽ ഈ ശീലം ഇല്ലെങ്കിൽ ഒന്ന് തുടങ്ങി നോക്ക്. ഈ കുരിപ്പിനെ ഓർമ്മയുണ്ടോ ഗൂയ്സ്? അടുത്ത വീഡിയോയിൽ സന്ധിக்கலாம். ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ.